പിന്നെ ഞങ്ങളെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പൊ ഞങ്ങളെ ഫസ്റ്റത്തെ വീഡിയോ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോയും ചെയ്താലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഫോളോയും ചെയ്യണം. ഇന്ന് ഞങ്ങളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് നട്ടുമീൻ പൊള്ളിച്ചതാണ്. അപ്പൊ നട്ടുമീൻ പൊള്ളിച്ചതിന് ഉപ്പ്, കുരുമുളക്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ചെറുനാരങ്ങ നീര്, എന്താ പറയുക, വെളിച്ചെണ്ണ ഇതൊക്കെ കൂട്ടിയിട്ട് മിക്സ് ആക്കിയിട്ട് എന്താ പറയുക മീനിൻ്റെ മസാലയിൽ പിടിപ്പിക്കാം. ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല ചൂടായിന്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മസാല തേച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത മീനാണ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഇപ്പോൾ ഒരു വശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ കേട്ടോ. ഇനി അടുത്ത വശം നമുക്ക് ഇതേപോലെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ മീൻ ഏകദേശം മറിച്ചിട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി മസാലയാണ്. മസാലയ്ക്ക് ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചതിൻ്റെ ബാക്കിയുള്ള എണ്ണയാണ് എടുക്കുന്നത്. എണ്ണ ഇപ്പോൾ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കാൻ നോക്കുക. അപ്പോൾ ഈ ചൂടായ എണ്ണയ്ക്ക് നമുക്ക് ആദ്യം വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളി അരിയുമ്പോൾ നീളത്തിലരിഞ്ഞാൽ മധുരം കൂടുതലെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ ചതുരത്തിലാണ് പറഞ്ഞത്. ഈ ഉള്ളി നന്നായിട്ട് വഴഞ്ഞു വരണം.
ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി ഏകദേശം ഇതേപോലെ വാടി വരുമ്പോൾ തന്നെ നമുക്ക് 2-3 കുടംപുളി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്താ ചെറുപ്പിട്ട് കൊടുക്കുന്നത്, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഈ പുളി ഇറങ്ങാനുള്ള ടൈം ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ ഇട്ട് കൊടുക്കുകയാകുമ്പോൾ അതിങ്ങനെ വാടി അതിന് പുളി ഇങ്ങനെ ഇറങ്ങിപ്പോകും. അപ്പൊ നമ്മളെ ഉള്ളി അത്യാവശ്യം നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പേസ്റ്റല്ല, ചതച്ച് ഉള്ളി വെളുത്തുള്ളി ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മൂപ്പിക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇടുമ്പോൾ ഒരു മണം വരുമല്ലോ, അതുകൊണ്ട് മാറി ഒരു നല്ലൊരു സ്മെല്ല് വരണം. ഇപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളിയും പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല സ്പൈസ് ഇഷ്ടമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ പച്ചമുളകൊക്കെ ഇങ്ങനെ ആഡ് കേട്ടോ. ഞാനിപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. കുട്ടികൾക്ക് വേണ്ടതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴങ്ങണം. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് എരിവിന് ആവശ്യം പോലെ ഇടട്ടെ മുളക് പൊടി. നല്ല മുളകാണെങ്കിൽ കുറച്ചിടാം. ഉപ്പൊന്ന് നേരത്തെ ഇട്ടിക്കണം, എന്നാലും കുറച്ചുകൂടെ ഉപ്പിടാം. ഇനിയാണ് നമ്മൾ ഉലുവപ്പൊടി. ഉലുവപ്പൊടി ഏറിയാൽ കഴിക്കും. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് നുള്ള മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് മൂപ്പിക്കുന്നു. വീണ്ടും അപ്പോൾ നമ്മുടെ ഈ പച്ചമണം അങ്ങോട്ട് മാറി വന്നിട്ടുണ്ട്. ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തൊന്ന് ജസ്റ്റ് ഒന്നുകൂടി ഇതാക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടാകുമ്പോൾ ഇതൊന്ന് നല്ല ഒരു കേസ് രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചത്. മറ്റേതാണെങ്കിൽ മീനിലേക്ക് ഇറങ്ങാനുള്ളൊരു ഇതുണ്ടാവില്ല. വാഴൻ്റെ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ കരിവേപ്പിൻ്റെ എന്നിട്ട് നമ്മളെ നേരത്തെ പൊരിച്ച് വെച്ച നമ്മളെ നട്ടർ മീൻ ഇതിലേക്ക് വെച്ചിട്ട് വീണ്ടും നമ്മൾ ഈ മസാല അതിൻ്റെ മുകളിലേക്ക് ഇടും.
ചൂടക്കട്ടിലേക്ക് തീ വെളിച്ചെണ്ണ ഒഴിക്കാം. സ്ലോ ആക്കി വെച്ചിട്ട് നമ്മളെ കെട്ടി വെച്ച നട്ടർമീൻ വാങ്ങി. ഇനി ഇതൊന്ന് 2 വശവും ഒരേപോലെ കുറച്ച് നേരം ഒന്ന് ആവിയിൽ വെക്കാം. അപ്പം നമ്മൾ അടുത്ത സൈഡ് ആവാൻ വെക്കാം. ഇതാ ഇതൊന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടാണ് ആവി നോക്കിട്ട് ആദ്യം നമുക്ക് ഒരു കഷ്ണം ഇവിടെ വയ്ക്കാം കേട്ടോ, എന്നിട്ട് കഴിക്കാം നമുക്ക്.